പച്ചമുട്ട കഴിക്കില്ല. അവൻ കഴിക്കില്ലേ. അതിന് എന്താ മീൻകറി തന്നെ ഇന്നലെ വെച്ച മീൻകറി ഇന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവൻ കഴിക്കില്ല. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. എന്തടി എന്താ കൊത്തണ്ട്? മിക്സിയോ? കുഞ്ഞുണ്ണിയെ എന്തെങ്ങനെ ഇരിക്കണ്? കുഞ്ഞുണ്ണിയെ ചായ വേണ്ട കുഞ്ഞുണ്ണി, പാല് വാങ്ങാൻ പോയിക്കട്ടാ. എൻ്റെ കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കല്ല, ഉറക്കം പോവാതിരിക്കാണ്. അടുക്കളയുടെ ആ ഇതില്ലേ വിനോദേ ആ സ്ലാവ് ഇട്ടിട്ടില്ലേ, അതിന്റെ താഴല്ലേ പെട്ടെന്ന് ചളിയാവാത്ത കളർ ഏതെങ്കിലും ഉണ്ടോ? ചെക്കൻ ബോധം വരാണ്ടിരിക്കാണ്. എടാ 2 റാക്ക് പോലെ വരുന്നില്ലേ, 2 എണ്ണം വരുന്നില്ലേ? നീ നിക്കണതിന്റെ അതിന്റെ താഴെ നീല കണ്ടില്ലേ, പച്ച കളർ ഇട്ടിട്ടില്ലേ നമ്മള്? നീലല്ലേ? അതല്ലാതെ വേറെ കളർ ഏതെങ്കിലും ഉണ്ടോന്ന്? ചളിയായ പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള കളറില്ലല്ലോ. അപ്പൊ നേതാ അടിച്ചളേ. നമ്മള് കുറേ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കൽ ഇങ്ങോട്ട് മാറ്റിയിട്ടാ, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇപ്പൊ എല്ലാം കൊണ്ടും പുറത്തെടുപ്പായി. എല്ലാം കൊണ്ടും മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, മീൻ കറി, മീൻ വറുത്തത്, നിലക്കടലുണ്ട് അല്ലേ. ചോറ് ഇപ്പൊ ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വിളമ്പി വെച്ചതാണ് കേട്ടോ. ചായ ഞാന് ചെമ്പല്ലി ചായ കുടിക്കാണ്ട് എങ്ങനെ ഇരിക്കണ്? ചാനല് കിട്ടിയില്ലല്ലോ ഇനി. അന്തപ്പെട്ടിരിക്കണ്. ഞായറാഴ്ചയും കൂടിയല്ലേ. എന്താ ഇരുത്തം? ആര്? കുഞ്ഞുണ്ണി തന്നെ. പൊന്നൂസ് നീച്ചിട്ടില്ല. അതിന് ബിസ്ക്കറ്റ് കൊടുക്ക്. എവിടെ? ബിസ്ക്കറ്റ് ഉണ്ടായിട്ടാണ് എങ്ങനെ ഇരിക്കണ്? ബിസ്ക്കറ്റ് ഉണ്ടായിട്ടാ കുഞ്ഞുണ്ണി ഇങ്ങനെ ഇരിക്കണ്? വേഗം തിന്നടാ. അവന്റെ ഒരു കളി. അത് 45 രൂപ. കുഞ്ഞൻ പറയുന്നത് എന്താണെന്നറിയോ, അവൻ 1 കിലോ ലിറ്റർ വാങ്ങില്ലേ, ആ കണക്കിന്റെ കാര്യം. ചായ വെക്കണ്ട, ചായ എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് വാ. കുറച്ച് വെള്ളം എടുത്തിട്ട് വരുമോ? കുറച്ച് വെള്ളം. എനിക്കതറിയാം. അപ്പൊ എത്ര പെന്ന വാങ്ങിക്കൂട്ടു നീ? എന്താ ഇങ്ങനെ പെന്ന് ചറ പറയട്ടെ ചാത്തപ്പം നിക്കണത് നിങ്ങളവിടുന്ന് മാറിക്കാന്. എന്തിനാണ് പോകുമ്പോ ഈ പെന്ന് വാങ്ങണ എന്തിനാണ്? ചാത്ത ചോക്കടാ, എന്തിനെങ്ങനെ പെന്ന് വാങ്ങണ ചോക്കടാ? നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ, കമന്റ് ഓഫ് കുട്ടികളെ കാണിച്ചിട്ടാണ് കേട്ടോ. കുറെ പേര് ചോദിച്ചിരുന്നു കമന്റ് എന്താ ഓഫാക്കിയിട്ടേക്കണെന്ന്. ഓഫാക്കിയിട്ടല്ല, നമ്മളത് ഓണാക്കിയിട്ടാലും അത് തന്നെ ഓഫാവുകയാണ് കേട്ടോ. കുറെ എന്താ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സ് എന്താണല്ലോ ഓഫ് എന്ന്. അപ്പം അതിനെ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, അത് കഴിഞ്ഞ മുതൽ വന്ന പ്രശ്നമായിട്ടത്. കുട്ടികളെ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുട്ടികളെ കാണിക്കുമ്പോൾ കമന്റ് ഓഫായി പോവുകയാണ് കേട്ടോ. ഒന്നും തോന്നണ്ട അല്ലേട്ടാ, നമ്മളൊന്നും ചെയ്തതല്ല, നമ്മളൊന്നും ഓഫാക്കി വെക്കണല്ല. ചായ വേണത്രേ, ചായ വേണം. ഈ പാത്രത്തിൽ വെച്ചാൽ ചായ തികയില്ല കേട്ടോ. ആ വലിയ പാത്രം എടുത്തിട്ട് പോയോ. അല്ലേ, ഇന്നത്തോടെ നമ്മുടെ ഉള്ളത്തെ പെയിന്റ് അടി കഴിയും. ഇനി എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാൽ അവിടെ വെച്ച പിന്നെ പുതിയത്. പിന്നെ ഈ ഇതൊക്കെ അല്ലേ, പിന്നെ വീട് പുതിയതായി ഈ ഷീറ്റൊക്കെ ഉണ്ട്, അഴിച്ച് വലിച്ചെറിയണം. ഇടിച്ചക്ക ഉണ്ടാവാൻ തുടങ്ങിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞ് നമുക്ക് ഇടിച്ചക്ക കിട്ടും. വിനോദം നിനക്ക് കിട്ടിയടാ?
ഇടിച്ചക്കേ ഒന്നും എവിടെ ഉണ്ടായിരുന്നത് കാണാനില്ലല്ലോ. അതാ മോളില് ഇങ്ങോട്ട് വരും. ഒന്നുണ്ടല്ലോ അല്ലേ? ഒന്നൊന്നല്ല. അതെ, രണ്ടെണ്ണം അപ്പുറത്ത് ഉണ്ടാവട്ടെ എന്നാലേ അടുത്തവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇടിച്ചക്ക ഉണ്ടാവാൻ തുടങ്ങി. അല്ല, 4 5 ഉണ്ട് സാധനം. അതിന് ട്രൗസർ ഇട്ട് കൊടുക്കാൻ മൂട്ടി. ഏത് ഏത് എത്ര അതൊന്നും അറിയില്ല. അവ കഴിച്ചോട്ടെ. കരയിപ്പിക്കണ്ട. നമ്മളിങ്ങനെ ഉപയോഗിക്കും. ഇത് കൊടുക്ക് കുട്ടീനെ കരയിപ്പിക്കാൻ. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ആവും, പിന്നെ ഓണാക്കും. ഫ്രിഡ്ജിന്റെ ഫീച്ചർ കാര്യങ്ങൾ നിക്കണ്ടോ? ഞങ്ങൾ ഉണ്ടാ അപ്പുവോ കുഞ്ഞ്, എന്റെ കുട്ടി പാവാണേ. അപ്പുവോ അവന് പാത്രം ഉണ്ടാവടേ. അയ്യോ, ഇതെന്താ ചോറൊക്കെ തകർത്തോ. വേണ്ടേ വേണ്ടേ? കാണിച്ചു കൊടുക്ക്, താത്തി കാണിച്ചു കൊടുക്ക്. ഈ പാത്രത്തിലിടാതെ തിന്നില്ല എന്നാണ് പറയുന്നത്. കണ്ടോ? പോ കയ്യിൽ നിന്ന് എങ്ങനെ കഴിക്കട്ടെ കുട്ടി. അവിടെ വെച്ചെടുക്ക്, പാത്രത്തിൽ വെച്ചെടുക്ക്. അവിടെ നേരെ നിന്ന് തിന്നാൻ പറ്റില്ല. ആ ജിയേട്ടൻ കണ്ണനെ കൊണ്ട് എവിടേക്കോ പോയിട്ട് പോണു. ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ടുണ്ടാവും. ഇന്ന് ഇഞ്ചക്ഷൻ ഉണ്ടോ? ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇഞ്ചക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ. തേങ്ങയുടെ മണം പിടിച്ചിട്ട് തിന്നുന്നുണ്ടോ? അവന്റെ കൂട് മൊത്തം വൃത്തിയാക്കാനാക്കി തന്നോക്കില്ലേ? വേണ്ട നിക്ക്. ഞാൻ മീൻകറി ഇട്ട് കൊടുത്തോ? ഇവര് ചോറ് കൊടുത്താൽ തിന്നില്ലേ? എന്താന്നറിയില്ല. എന്തോ പറ്റിയിട്ട്. അമ്മ ഇന്നലെ പപ്പൂനെ എന്ത് കൂട്ടിട്ടാ ചോറ് കൊടുത്ത് രാത്രി? കടലയാണ്. കടലേ? കടൽ മീൻകറി അല്ലല്ലോ. നോക്കി നോക്കാതെ തിന്നിട്ടേ ഇല്ല പാവം. ചെറുപയറ് ചോറ് മൊത്തം കൊടുത്ത് തട്ടി ഇവിടെ കളഞ്ഞേക്കണു. ഏട്ടാ ചെമ്പല്ലി 2.5 ചെമ്പല്ലിയുടെ പകുതി പോയിട്ടല്ലോ സുകന്യത്തില്. പകുതി കൂടി ഇല്ലല്ലോ. വെറുതെ എല്ലാം നേരാക്കി തരാന്ന് പറഞ്ഞേ. നേരാക്കി പറഞ്ഞു. നേരാക്കി കൊടുക്കില്ല പറഞ്ഞു. അതന്നെ ബലമില്ലാത്ത സാധനം എങ്ങനെ നേരാക്കി തരാ? നേരാക്കി ചിലപ്പോ മത്തി കൂടി അവിടെ ഇട്ടാലോ. തക്കാളി ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ മതി കൂട്ടാ. അതെപ്പോഴും വെക്കണോ? കിച്ചോട്ടനും വേണ്ട കേട്ടോ. മോരുകൂട്ടാൻ കഴിഞ്ഞു. ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇന്നത്തോടെ നമ്മുടെ ഉള്ളിലത്തെ ഒക്കെ പെയിന്റ് അടി കഴിയൂട്ടാ. പുറത്തെ കുറച്ച് ജനലിൽ ഇല്ല. ഇനി ഇവിടത്തെ ഈ സൈഡൊക്കെ ഒരു പ്രാവശ്യം കൂടി അടിക്കാണ്ട്. ഉള്ളത്തെ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ തുടങ്ങിയിട്ടോ. ബാത്റൂമിൻ്റെ 4 ഭാഗം പുട്ടുവാണോ? ഞാൻ ബോണ്ടോ വെച്ചിട്ടുള്ളൂ. ഞാൻ മരുന്ന് കഴിച്ചോ നീ? ഇതില്ലേ ഉണ്ടാക്കിയിട്ട് വായോ 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 പറഞ്ഞിട്ട് നടക്കണം. കുഞ്ഞിന് ഒഴിവില്ലേ, തിന്നാനുള്ള സമയമില്ല അല്ലേ? ടി വിന്ന് മാറിയ ഫോണിക്ക്, ഫോണിന്ന് മാറിയ ടി വിക്ക്. പഴം കൂടി തിന്നാൻ വയ്യ. കുഞ്ഞുണ്ണിക്ക് വേണ്ടേ? പുട്ട് വേണ്ടേ? പിന്നെന്താ വേണ്ട? നമ്മളെ കുട്ടിക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ? കടലിൽ നിന്ന് വയറ് നിറഞ്ഞൂലേ? ഒന്നും വേണ്ട. നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം. എന്താ അത് വൈകുന്നേരം ആകുമ്പോഴേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ഒരുക്കി ഇതാക്കിയിട്ട് ഇനി കൂട്ടാൻ ഒരു മീൻ നിരക്കി തരില്ലേ? അപ്പോൾ കൂട്ടാൻ വെക്കണം, മീൻ വറക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ അല്ലേ? ഈ വീടിൻ്റെ ഹോം ടൂർ കാണിച്ചു തരാം. പുതിയ വീടിൻ്റെ ഹോം ടൂർ കാണിച്ചു തരാം. പുതിയ വീടിൻ്റെ പണികൾ ഏകദേശം എല്ലാ പണി കഴിഞ്ഞു. ഇനി ആ ടൈല് വെക്കാനുള്ളൂ കേട്ടോ. അടുപ്പിൻ്റെ അവിടെ ഒന്നും എന്താ ഈ കുട്ടികൾ കാണിക്കും കൊണ്ടാണ് കമൻ്റൊക്കെ ഓഫായി കിടക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ചിലവർ പറഞ്ഞിരുന്നു, ചിലതല്ല ഒരു കാര്യം തന്നെ പറഞ്ഞിരുന്നു. എന്താണെന്നറിയോ? നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിരിക്കും. നമ്മളല്ല, ഇത് യൂട്യൂബ് ഓഫാക്കുകയാണ്. അതിനാണ് നമ്മൾ നമ്പർ തന്നത് കേട്ടോ. ആ നമ്പർ വിളിച്ചിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് പറഞ്ഞ ഒരു വീഡിയോ ഓഫ് ആവുണ്ടാവും.
ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സ് ഓൺ തന്നെയാണ്. അതിപ്പോൾ ഏതിൽ കമൻറ്റ് ഇട്ടാലും നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ബയോയിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാനും അറിയാനുള്ള വഴി കമൻറ്റ് ബോക്സ് മാത്രമല്ല, അതിനുള്ള ഫോൺ നമ്പറും വാട്സപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ബയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വഴികളൊക്കെ വേറെ ഉണ്ട്. കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇടുന്നതല്ല, അത് നമ്മൾ ഓഫായി പോകുന്നതാണ്. യൂട്യൂബിൻ്റെ റൂൾസിനും കാര്യങ്ങളും എല്ലാവർക്കും അറിയണ്ടാവില്ല, പക്ഷെ അങ്ങനെ കുട്ടികളെ കാണിക്കുമ്പോൾ അവരത് ഓഫാക്കി ഇടും. അമ്മുട്ടീനെ കൊണ്ട് എന്താ കമൻറ്റ് എല്ലാ മെസ്സേജുകളിന് റിപ്ലൈ തരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള മെസ്സേജിന് ചിലപ്പോൾ നമ്മളായിരിക്കും അത്യാവശ്യങ്ങളുള്ള ചിലപ്പോൾ അവൾ പറയാറുമ്പോൾ നമ്മൾ തരും കേട്ടോ. അത്യാവശ്യമുള്ളത് കാര്യപ്പെട്ടതൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് വന്ന് ചോദിക്കും. അല്ലാത്ത ഊണ് കഴിച്ചോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അത് മറുപടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറുപടി കൊടുക്കുക. അതിനെന്താണ്, പിന്നെ കുറേ എന്താ മറുപടി കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ലേ? മറുപടി കൊടുക്കാത്തതിനേക്കാളും നല്ലതല്ലേ മറുപടി കൊടുക്കുന്നത്. പിന്നെ ഇപ്പം നമുക്കത് കാര്യങ്ങൾ അറിയാലോ. അതാ ഇന്നൊരു ചോദിച്ചു എന്ന് പറയുമ്പോൾ അത് സുഖമാണെന്ന് പറയുന്നു, മറുപടി പറയുമ്പോൾ പ്രശ്നം. അപ്പം അതന്നെ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം നമ്മളെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിലൊരു നമ്മുടെ ചെറിയ വിശേഷങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഈ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു വെച്ചല്ലേ ഒക്കെ കഴുകി തുടച്ച് വേണം നമുക്ക് എല്ലാവരുടെയും ഇത് ഉള്ളിൽ കയറ്റി വെക്കാം. എന്താണ്ടോ ഇത് മാത്രമല്ല അവിടെയൊക്കെ കിടക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും. ഇനി കൂട്ടാൻ വെക്കാൻ തുടങ്ങട്ടെ കേട്ടോ. കൂട്ടാൻ വെക്കണം. എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. കണ്ടോ എൻ്റെ മേലത്ത് കൂടെയൊക്കെ. പിന്നെ അവിടെ പുതിയ വീടിൻ്റെ മുകളിലും പെയിൻ്റ് അടിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇവിടെ വിനോദും അസുകുട്ടിയാണനും അവിടെ കുഞ്ഞുണ്ട്. ഓ എന്താണ് ഇപ്പം എങ്ങനെയുണ്ട് ഇവിടെ വീട്? ചുന്തിരി വീട് എങ്ങനെയുണ്ട്? എവിടെ മുറി അമ്മോക്കട്ടെ കണ്ടോ? പൊന്നുല്ലേ കല്ലെടുത്ത് തന്നിട്ട് കുട്ടീനെ. പൊന്നു നല്ല കല്ലും കൊണ്ട് എറിഞ്ഞില്ലേ? ഇനി ഹെൽമെറ്റ് ഇട്ട് കിടന്നോ? അച്ഛനെ ഹെൽമെറ്റ് അവിടെ വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നിർത്തല്ലേട്ടാ. എന്താ വെച്ചാൽ നാളെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. നമുക്കിനി എന്തായാലും കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. എന്താ ഫങ്ഷൻ ഒന്ന് കഴിയട്ടെ. ഇനി നമുക്ക് കുറേ വൃത്തിയാക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 4 സൈഡും പെയിൻ്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. ഇന്നലെ ഇപ്പോൾ അമ്മായിയുടെ മകൾ വിളിച്ചപ്പോൾ പറയുന്നത് പ്രസിയെ നീ അത് പറയാണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ഇടയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ നാളെ ഇതാ ചെറിയവർക്കൊക്കെ പനി, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ. ഏതേട്ട് കുഞ്ഞേട്ടൻ്റെ വലിയമ്മ തല്ല കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നടക്കണം.